ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, എന്തായാലും മലയാളത്തിൻ്റെ ശ്രീനിവാസൻ മടങ്ങുകയാണ് നിത്യതയിലേക്ക്. ഇനി ശ്രീനിയില്ലാത്ത സിനിമാ ലോകമാണ് മുന്നിൽ. എന്താണ് കണ്ടനാട്ടെ വീട്ടിലും പരിസരങ്ങളിലുമുള്ള സാഹചര്യം? ആളുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയുള്ളൂ. സജിത്ത്, ഒരു കാലഘട്ടം അവസാനിക്കുന്നു. ശ്രീനിവാസൻ്റേതായ ഒരു ലോകം സൃഷ്ടിക്കപ്പെട്ട മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ 48 വർഷങ്ങൾ, അരനൂറ്റാണ്ട് കാലം അത് അവസാനിക്കുകയാണ്. നമ്മൾ കാണുന്നു, നമ്മുടെ ഫ്രെയിമിലുണ്ട് ശ്രീനിവാസൻ്റെ ചിത കത്തി അമരുന്നത്. അല്പസമയം മുമ്പ് ചടങ്ങുകൾ പൂർത്തിയാക്കി മകൻ വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കുടുംബാംഗങ്ങൾ മുഴുവനായും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ വലിയൊരു ആരാധക വൃന്ദം, അങ്ങനെ പറയാവോ എന്നറിയില്ല. അത് ശ്രീനിവാസനെ ഇഷ്ടപ്പെടുന്നവർ അത് പല രീതിയിൽ, അത് സിനിമ മാത്രമല്ല, ശ്രീനിവാസൻ്റേതായ ഇടം സൃഷ്ടിച്ചിടത്തെല്ലാം ചെല്ലുന്നിടമെല്ലാം വിജയിച്ച് വന്നൊരാൾ കൂടിയാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നവരുടെ ഇഷ്ടങ്ങൾ പലതായി. സംവിധായകനായി ഇഷ്ടപ്പെടുന്നവർ, നടനായി ഇഷ്ടപ്പെടുന്നവർ, തിരക്കഥാകൃത്തായി, അതോടൊപ്പം തന്നെയാണ് സാമൂഹ്യ വിമർശകൻ, അങ്ങനെ പല രീതിയിൽ ഒടുവിൽ ജൈവ കർഷകൻ എന്ന രീതിയിലേക്ക് നാട്ടിൻ പുറത്തുകാരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനായി ജൈവ കൃഷിയുടെ അറിവുകളുടെ ആഴങ്ങൾ അവരിലേക്ക് കൂടി പകർന്നു കൊടുത്ത് അവർക്കൊപ്പം ഒഴുകി നടന്നുപോയ ഒരു മനുഷ്യനിപ്പോൾ ഇതാ മറയുകയാണ്. കണ്ടനാട്ടുകാർക്ക് പലതുകൊണ്ടും അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ സിനിമാ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി ഇവിടേക്ക് എത്തുന്നവരോട് ഏതു സമയവും സഹിഷ്ണുതയോടെ, സ്നേഹത്തോടെ തൻ്റെ വീടിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്ത് അവർക്കൊപ്പം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അവർ. സിനിമാക്കാരനെന്ന വലിയ തലയെടുപ്പുകൾ ഒന്നും അദ്ദേഹം അവരോട് കാണിച്ചുമില്ല. ഈ നാട്ടിട വഴികളിലൂടെ നടന്ന് സംസാരിച്ച് അവർക്കൊപ്പം നീങ്ങി, അവർക്കൊപ്പം കൃഷി ചെയ്തു, അവർക്കൊപ്പം തണലുകൾ പങ്കിട്ട് സംസാരിച്ചു. പിന്നെ ഇടവഴികളിൽ തങ്ങി നിന്ന് അവരോടൊപ്പം കൂട്ടുകൂടി വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോൾ നാട്ടിലെ ചായക്കടകളിൽ പോലും അവർക്കൊപ്പം കയറിയിരുന്ന് സംസാരിച്ചു കൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴിതാ ചിതയിൽ എരിഞ്ഞടങ്ങുമ്പോൾ അവർക്ക് വലിയ സങ്കടങ്ങൾ ബാക്കിയാണ്. കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞ് കയറി ചെല്ലാൻ കണ്ടനാട്ടുകാർക്ക് അങ്ങനെയൊരിടമില്ല. ജൈവകൃഷിയുടെ സംശയങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമെല്ലാം ഇവിടേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരിടമായിരുന്നു നാട്ടുകാർക്കിത്. സിനിമാ ലോകത്തിൻ്റെ വലിയ നഷ്ടമെന്ന രീതിയിൽ പറയുമ്പോൾ സിനിമാ രംഗത്തെ പല ചലച്ചിത്രകാരും ഇതിനെ പറഞ്ഞത് ശ്രീനിയേട്ടനോട് എന്ത് സംശയങ്ങളും ചോദിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാം, എപ്പോഴും ആളുകൾ അവിടേക്ക് വരികയും ചെയ്യും എന്നെല്ലാം തന്നെ പറഞ്ഞു. അത്തരം സംശയങ്ങൾ ചോദിക്കാൻ അങ്ങനെ അവർക്കൊരു കാരണവരില്ല. അത്തരങ്ങൾക്കാർ സിനിമയുടെ ഒരു അരനൂറ്റാണ്ട് വർത്തമാനം ചുമ്മാ പറഞ്ഞിരിക്കാൻ അവർക്ക് ഇനിയൊരു ശ്രീനിയേട്ടനില്ല. മലയാളിയുടെ ഹാസ്യ നിലവാരത്തെ, അല്ലെങ്കിൽ ആ പ്രേക്ഷകൻ്റെ ചിരിയുടെ നിലവാരത്തെ ഒരു നല്ല രീതിയിലേക്ക് എടുത്ത് ഉയർത്തിയ ഒരാൾ കൂടിയാണ് ശ്രീനിവാസൻ. അതിൻ്റെ ഒരു നിലവാരം ഉയർത്തിയ ഒരു മനുഷ്യനാണ്. നേരത്തെ ജഗദീഷ് സംസാരിക്കുമ്പോൾ പറയും, ഹാസ്യത്തിൻ്റെ നിലവാരം മലയാള സിനിമയിൽ ഉയർത്തിപ്പിടിച്ച ഒരു നടനാണ് ശ്രീനിവാസൻ, എഴുത്തുകാരനാണ് ശ്രീനിവാസൻ. അങ്ങനെ ഹാസ്യം കൈകാര്യം ചെയ്യാൻ ആരുമില്ല. അവരുടെ ആ നിലവാരം ഉയർത്തിക്കൊണ്ട്, മലയാളിയുടെ ചിരി നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, അതിൻ്റെ ഗൗരവതരമായ മേഖലകളിലേക്ക് അതിനെ പടർത്തുന്നതിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ഒരാൾ കൂടിയാണ് ശ്രീനിവാസൻ. ആ ഒരു കാലഘട്ടമാണ് സജിത്ത് നമുക്ക് മുന്നിൽ ഇപ്പോൾ അമരുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ സെൻറ്റ് മേരീസ് ഹാളിൽ ഇവിടെ അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട്. സിനിമാ പ്രവർത്തകരെല്ലാവരും അതിൽ പങ്കെടുക്കും. ചുറ്റുപാടുകളുമുള്ളവരും എല്ലാവരും അതിലേക്ക് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ തിരക്ക് കുറഞ്ഞു തുടങ്ങി. ഇവിടെ നിന്ന് ആളുകൾ അത്തരം അനുസ്മരണ സമ്മേളനത്തിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. സജിത, ആളുകൾ വീട്ടിൽ നിന്ന് നീങ്ങി തുടങ്ങുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ
വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിന് ഇനി ശ്രീനി ഇല്ലാത്ത സിനിമാ ലോകമാണ് നമുക്ക് മുന്നിൽ. ശ്രീനിവാസൻ്റെ സഹപ്രവർത്തകനും സിനിമാ നടനുമായ രമേഷ് പിഷാരടിയുടെ അനുസ്മരണം ശ്രദ്ധേയമാണത്. താത്വികമായ അവലോകനങ്ങൾ ആവശ്യമില്ല, ലളിതമായി പറഞ്ഞാൽ എന്താ. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസിൻ്റെ എല്ലാ സിനിമാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലങ്ങളും ഹിറ്റായതെല്ലാം ഓർത്തിണക്കി അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? മേൽപ്പറഞ്ഞതിൽ ഏതെങ്കിലും 5 കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, സന്ദർഭങ്ങൾ ഓർമ്മയിൽ വരുന്നുവെങ്കിൽ, അതിന് 25 കൊല്ലം പഴക്കമുണ്ടെങ്കിൽ ശ്രീനിയേട്ടൻ പോയിട്ടില്ല. ഇതാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അതാണ് കാലത്തിനുമപ്പുറം ശ്രീനിവാസൻ ജീവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പുതിയ കാലഘട്ടത്തിലെ ആളുകൾ എത്ര കണ്ട് സിനിമ കാണുന്നുണ്ടോ സംശയകരമാണ്. പക്ഷേ അതിനുമപ്പുറം ശ്രീനിവാസൻ്റെ പഴയകാല സിനിമകൾ ഒരുപക്ഷെ പൂർണ്ണമായി കണ്ടിട്ടുള്ള പുതിയ തലമുറയിലെ ആളുകൾ എത്രമാത്രമുണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ ശ്രീനിവാസൻ്റെ പല സംഭാഷണങ്ങളും ശ്രീനിവാസൻ സിനിമയിലെ സന്ദർഭങ്ങളും ആ സീനുകളുമൊക്കെ ഒന്നെങ്കിലും കാണാത്ത ആരും ഉണ്ടാവില്ല പുതുതലമുറയിലുള്ളവർ. അപ്പോൾ ഈ ശ്രീനിവാസൻ വിടവാങ്ങുന്ന സമയത്തിൽ ഇത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നതാണല്ലേ എന്ന് ഓർത്തെടുക്കുന്ന പുതുതലമുറയിലുള്ളവരുണ്ടാവും. അങ്ങനെ സമൂഹത്തിൽ ശ്രീനിവാസൻ്റെ ചിന്തകളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും എല്ലാം ഓരോ തരത്തിലായി സ്പർശിച്ചവരാണ് മലയാളികൾ എന്ന പ്രത്യേകതയുണ്ട്. സമൂഹത്തെ ഇത്ര അധികം സ്പർശിച്ച മറ്റൊരു കഥാകാരനുണ്ടാവും എന്ന സംശയവുമുണ്ട്. നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. സമൂഹത്തെ അടയാളപ്പെടുത്തിയ കഥാകാരന്മാരുണ്ട്. പക്ഷേ സിനിമ എന്ന ഏറ്റവും മനോഹരമായ, ഇത്രയധികം സംവദിക്കാൻ ശേഷിയുള്ള ഒരു മാധ്യമത്തെ ഇത്ര ഫലപ്രദമായി വിനിയോഗിച്ച മറ്റൊരു സിനിമാക്കാരനുണ്ടോ എന്ന സംശയം തീർച്ചയായുമുണ്ട്. സിനിമയിലെത്തിയത് ഒരു അഭിനേതാവാകുക, ആ ലക്ഷ്യത്തോടെയാണ് ശ്രീനിവാസൻ എത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴി ആദ്യം എഴുത്തിൻ്റെ വഴിയായിരുന്നു. ഒടുവിൽ അഭിനയിക്കണമെങ്കിൽ എഴുതിയേ പറ്റൂ എന്നൊരവസ്ഥ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടാവുന്നു. അങ്ങനെ എഴുതുന്നു ശ്രീനിവാസൻ. നിരവധി കഥകൾ, തിരക്കഥകൾ അങ്ങനെ രൂപപ്പെടുകയാണ് ശ്രീനിവാസനിലൂടെ. അതാണ് പിന്നീട് കണ്ടത്. ഒരിക്കലും പൂർണ്ണ സ്ക്രിപ്റ്റുമായി ഒരു സിനിമയ്ക്കും ശ്രീനിവാസൻ എത്തിയിട്ടില്ല. സീനുകൾ എഴുതി നൽകുകയായിരുന്നു സിനിമ ഒരു സൈഡിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്നാണ് ശ്രീനിവാസൻ സിനിമകളെ പരുവപ്പെടുത്തിയത് എന്നതുകൂടി നമുക്കറിയാം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അച്ഛനെ യാത്രയാക്കുകയാണ്. അവർക്കും ശ്രീനിവാസൻ്റെ മക്കൾ എന്ന കരുത്താണ് അവർക്കും ഉണ്ടായത്. പിന്നീട് സ്വന്തം പാകതയിൽ സ്വന്തം അടിത്തറ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ഇരുവരും. പക്ഷേ ശ്രീനിവാസൻ എന്ന മക്കളെന്ന അടിത്തറയാണ് അവർക്ക് ഏറ്റവും ശക്തമായി ഉണ്ടായത്. അവരുടെ തുടക്കകാലത്തും അവർക്ക് കരുത്തേകിയതും അതുതന്നെയാണ്. അങ്ങനെ ശ്രീനിവാസൻ മടങ്ങി. ഇനി ശ്രീനിയമില്ലാത്ത സിനിമാ ലോകം, അതാണ് സംഭവിക്കുന്നത്. കണ്ടനാട്ടെ വീട്ടുവളപ്പിലെ അദ്ദേഹം ചിതയൊരുക്കി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയുണ്ടായത്. ഡാനി, അനുസ്മരണ പരിപാടി അവിടെ തന്നെ നടക്കും, അതാണോ അവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണം? ഡാനി കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സിനിമാ സംഘടനയുടേതോ സംസ്ഥാന സർക്കാരിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഔദ്യോഗിക അനുസ്മരണ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇന്ന് നടക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് 12:15 ഒരു അനുസ്മരണ പരിപാടി ഇവിടെ അടുത്തുള്ള ഒരു സെന്റ് മേരീസ് ഹാളിൽ നടക്കുന്നു എന്നതാണ്. ചലച്ചിത്ര താരങ്ങളും അടക്കമുള്ളവർ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നു എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. 12:15 അത് ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ സംവിധായകനും നടനുമായ രഞ്ജി പണിക്കറാണ് ഇക്കാര്യം അറിയിച്ചത്. എല്ലാവരും അതിൽ പങ്കെടുക്കും, നിങ്ങൾ അവിടേക്ക് വരിക എന്ന് പറഞ്ഞാണ് പോയത്. സിനിമാ പ്രവർത്തകരെല്ലാവരും തന്നെ ഇപ്പോൾ അവിടേക്ക് നീങ്ങിയിരിക്കുകയാണ്. 12:15 ചടങ്ങുകൾ
തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. കുടുംബാംഗങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിശേഷിക്കുന്ന തുടങ്ങിയിരിക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകരെല്ലാം വരെ നേരിട്ട് ആ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ച ഒന്നുകൂടി അവർക്കൊപ്പം ഉള്ള അവരെ അവരോട് സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. 12:15 സിനിമേജ് ഹാളിലാണ് അങ്ങനെ ഒരു അനുസ്മരണ പരിപാടി സിനിമാ താരങ്ങളടക്കം പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് പല പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും അങ്ങോട്ടാണ് നിലവിലുള്ളത്. ശ്രീനിവാസിന്റെ അനുസ്മരണ പരിപാടി വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു ഹാൾ നടക്കും. അല്പസമയത്തിനുള്ളിൽ സിനിമാ പ്രവർത്തകരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട ശ്രീനിവാസിനെ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ അനുസ്മരിക്കാൻ ഒത്തുചേരും. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒപ്പമുണ്ട്. ഭാര്യ വിമല. ശ്രീനിവാസൻ എന്ന സിനിമാ പ്രവർത്തകൻ സിനിമയിൽ ആരുമല്ലാത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്. 1984. അന്ന് ആ വിവാഹം നടക്കുന്നതിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗം അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയും ഇന്നസെൻറ്റും കൈമാറി നൽകിയ പണവുമായി വിവാഹം നടത്തിയ അന്നത്തെ ആ അനുഭവവും അന്നത്തെ ബുദ്ധിമുട്ടും ക്ലേശവും ഒക്കെ ശ്രീനിവാസൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നവർക്ക് എല്ലാവർക്കും ശ്രീനിവാസൻ എന്ന ഓർമ്മ ഇനി അവശേഷിക്കും. ഒരു തലമുറയുടെ സിനിമയുടെ പ്രതീക്ഷയായിരുന്നു നഷ്ടപ്പെടുന്നത്. മലയാള സിനിമാ ലോകത്തിൻ്റെ ഒരു പരിചയം തന്നെ ഉണ്ടായിരുന്ന വീട്ടിൽ എന്തായാലും അവരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് അവിടെ സംസാരിക്കും. അങ്ങനെ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് മലയാളം വിട നൽകുകയാണ്. സിനിമാ ലോകം, പൊതുസമൂഹം ശ്രീനിവാസൻ ആരായിരുന്നു, ശ്രീനിവാസൻ അവശേഷിപ്പിച്ചു പോയ അദ്ദേഹത്തിൻ്റെ കലാധിപർത്തിയായ സൃഷ്ടികളും സംഭാവനകളും അത് തുടരും.